എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്രയും ഭാഗ്യം ചെയ്ത നക്ഷത്രജാതകർ ഭൂമിയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം മറ്റൊന്നുമല്ല, നിലവിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ നടക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് കുറച്ച് നക്ഷത്രജാതകർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ വീഡിയോയിലൂടെ കുറച്ച് നക്ഷത്രജാതകരെക്കുറിച്ചും അവരുടെ ഗ്രഹസ്ഥാനങ്ങളെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വീഡിയോയിൽ പരിഹാര കർമ്മങ്ങളും നിങ്ങൾക്കായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. ഇതൊന്ന് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്ന് ഓർമ്മിപ്പിക്കുക. ഒപ്പം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ പറയേണ്ടത് ഭരണി നക്ഷത്രജാതകരെക്കുറിച്ചാണ്. മേടം രാശിയിൽ പിറന്ന ഭരണി നക്ഷത്രജാതകർക്ക് അവരുടെ രാശിചക്രത്തിൽ വ്യാഴനും സർപ്പനും അതുപോലെ തന്നെ സൂര്യനും ചൊവ്വയും ബുധനും എല്ലാം വളരെ അനുഗ്രഹം നൽകുന്ന സമയമാണ്. അതുപോലെ സർക്കാർ ജീവനക്കാർക്ക് ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ടൊരു സമയം വരാനിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ അത് പ്രതീക്ഷിക്കാം. ഗൃഹം, സന്താനം എന്നിവ സംബന്ധമായി കാര്യങ്ങൾ സാമാന്യം നല്ല രീതിയിൽ തന്നെ നടക്കും. വിവാഹപ്രായമായവർക്ക് വിവാഹയോഗം ഉണ്ട്. സാമ്പത്തികമായി സാമാന്യം മധ്യമ ഐശ്വര്യം ലഭിക്കും. ശനിയുടെ സ്ഥിതി മൂലം തടസ്സം മാറി ഉദ്യോഗം ലഭിക്കാൻ യോഗവും ഭാഗ്യവും കാണുന്നു. സൽകീർത്തി, സന്താനങ്ങൾക്ക് ഐശ്വര്യം, വ്യവഹാരങ്ങളിൽ നിന്ന് വിജയം, ബന്ധുക്കളുമായി കൂടുതൽ അടുപ്പം, കുജസ്ഥിതി മൂലം ഭൂമി വിൽക്കാൻ യോഗം എന്നിവയുണ്ട്. ആചാര്യസ്ഥാനത്തുള്ളവർക്ക് പേരും പ്രശസ്തിയും അനുകൂല അവസ്ഥകളും ഉണ്ടാകും. ഉല്ലാസയാത്രകളും പുണ്യസ്ഥല സന്ദർശനവും നടത്താൻ നല്ല സമയമാണ്. ബാങ്ക് വായ്പകൾക്ക് അനുകൂല അവസ്ഥകൾ ഉണ്ടാകും. ശാരീരിക മാനസിക സുഖം അനുഭവപ്പെടും. 40 മുതൽ 65 വയസ്സുകാർക്ക് പൊതുവെ കാലം കൂടുതൽ അനുകൂലമായിരിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവന് ജലധാര, ദേവിക്ക് കുങ്കുമാർച്ചന, മുരുകന് പഞ്ചാമൃത അഭിഷേകം എന്നിവ ചെയ്ത് പ്രാർത്ഥിക്കണം. ഇനി രോഹിണി നക്ഷത്രജാതകരെക്കുറിച്ച് നോക്കാം. സർവേശ്വരകാരകനായ വ്യാഴൻ 12-ലും അതോടൊപ്പം തന്നെ സർപ്പൻ 12-ലും, സുഖസ്ഥാനത്ത് ബുധൻ, സൂര്യൻ എന്നിവരും, സഹായസ്ഥാനത്ത് ശുക്രനും, നിവൃത്തിസ്ഥാനത്ത് കേതുവും, കർമ്മസ്ഥാനത്ത് ശനിയും നിൽക്കുന്നുണ്ട്. വ്യാഴസ്ഥിതി അനുകൂലമല്ലെങ്കിലും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. ചിലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കും. പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾക്കുള്ള തർക്കവും താമസവും ഒഴിവാകും. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അകൽച്ച ഇടവിട്ട് അനുഭവപ്പെടുമെങ്കിലും ഇവരുടെ ഭാഗത്തു നിന്ന് മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാകില്ല. യാത്രകളിൽ ധനം, ആഭരണാദി കാര്യങ്ങൾ എന്നിവ കളഞ്ഞു കിട്ടാൻ ഒരു യോഗം കാണുന്നുണ്ട്. സ്വയം തൊഴിലിൽ അല്പാൽപം നേട്ടങ്ങൾ കണ്ടു തുടങ്ങും. പുതിയ സുഹൃത്തുക്കളുമായിട്ട് കച്ചവട ബന്ധത്തിന് അനുകൂല സമയമാണ്. യന്ത്രവ്യാപാരം, റിയൽ എസ്റ്റേറ്റ് എന്നിവ നടത്തുന്നവർക്ക് അല്പം ആശ്വാസകാലമാണ്. സജ്ജനങ്ങളിൽ നിന്ന് കാര്യലാഭം, ബന്ധുജന സമാഗമം ഇവ അനുഭവത്തിൽ വരും. പുതിയ സംരംഭങ്ങളോ കരാറുകളോ താൽക്കാലികമായിട്ട് നിർത്തിവെക്കണം. ധനാഗമം ഉണ്ടാകുമെങ്കിലും തുല്യ വ്യയവും ഈ സമയത്ത് വന്നു ചേരും. ചെറിയ ചെറിയ യാത്രകൾക്ക് അനുകൂല അവസ്ഥയാണ്. നാണ്യവിളകൾ സംഭരിച്ചു വെക്കുന്നതിന് പിന്നീട് ലാഭവും നേട്ടവും കൊണ്ടുവരും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശ്രീകൃഷ്ണന് പാൽപായസം, ഗുരുവായൂർ ദർശനം, ദേവിക്ക് കുങ്കുമാർച്ചന എന്നിവ നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി തിരുവാതിര നക്ഷത്രജാതകരെക്കുറിച്ച് നോക്കാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ സമയം അനുകൂലം. സ്വന്തം പ്രയത്നം കൊണ്ടും സ്നേഹിതരിൽ നിന്നും ചില സഹായങ്ങൾ ഉണ്ടാകും. ഗൃഹം മോടി പിടിപ്പിക്കും. കല, കവിതരചന എന്നിവയിൽ പ്രാവീണ്യം ഉള്ളവർക്ക് അത് കൂടുതൽ പഠിക്കുന്നതിനും തദ്വാര നേട്ടങ്ങളും കീർത്തിയും ഉണ്ടാക്കാനും അവസരം ലഭിക്കും. സന്താനങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് നല്ല തൊഴിൽ കിട്ടുന്നതിനും വിദേശവാസത്തിനും യോഗം കാണുന്നു.
വിവാഹം മുടങ്ങിയിരുന്നവർക്ക് നല്ല ആലോചനകൾ വരും. സൂര്യൻ്റെ സഹായസ്ഥാനസ്ഥിതി, സ്ഥാനക്കയറ്റം, ഇഷ്ടദേവതാ ചൈതന്യം, നാനാരീതിയിലുള്ള വരുമാനം എന്നിവ സമ്മാനിക്കും. ഭാഷാ പരിജ്ഞാന പരിമിതിയുള്ളവർക്ക് പരിശീലനത്തിലൂടെ വിജയം നേടാൻ സാധിക്കും. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമായിട്ട് തന്നെ ഭവിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശാസ്താവിന് നീരാജനം, ശിവന് ജലധാര, ഗണപതിക്ക് അർച്ചന എന്നിവ നടത്തുക. ഇനി പൂയം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. നിലവിൽ വ്യാഴൻ്റെ സ്ഥിതി പൊതുവെ അനുകൂലമാണ്. സൂര്യൻ 2-ൽ, കൂടെ ചൊവ്വയും ബുധശുക്രന്മാരും അനുകൂല അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. 4-ൽ കേതുവും 8-ൽ ശനിയും, കർമ്മസ്ഥാനത്ത് സർപ്പനും വ്യാഴനും, 12-ൽ ശുക്രനും നിൽക്കുന്നുണ്ട്. കാർഷികം, ഇരുമ്പ്, മെഷീൻ, ഫാം ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, നാൽക്കാലികളെ വളർത്തുന്നവർ എന്നിവർക്ക് സാമ്പത്തിക നേട്ടവും അഭിവൃദ്ധിയും ലഭിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അനുകൂല സമയം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് സെലക്ഷൻ ലഭിക്കുന്നതിന് യോഗവും ഭാഗ്യവും ഉണ്ട്. ഭർതൃസൗഖ്യം, വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് സ്വദേശത്ത് പോകുന്നതിനുള്ള അവസരം എന്നിവ കാണുന്നു. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹവും തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ട് വന്നു ചേരും. കുടുംബ സ്വത്തുക്കൾ കൈവരുന്നതിന് സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനം, സന്തോഷം എന്നിവയുണ്ടാകും. വാതരക്തസംബന്ധമായ ചില അസുഖങ്ങൾ വന്നുപെടുമെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടിക്കില്ല. പൂർവികർക്ക് വേണ്ടി പുണ്യ സൽക്കർമ്മങ്ങൾ നടത്തുന്നതിന് ഈ കൂറുകാർക്ക് ഐശ്വര്യങ്ങൾ ലഭിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതിക്ക് അർച്ചന, ദേവിക്ക് കുങ്കുമാർച്ചന, ശിവന് ജലധാര എന്നിവ നടത്തുക. ഇനി പൂരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. സൂര്യൻ ചിങ്ങത്തിലും ബുധനും ശുക്രനും ചൊവ്വയോടൊപ്പവും സ്ഥിതി ചെയ്യുന്നതിനാൽ ഇടവിട്ട് മനപ്രയാസങ്ങൾ ഉണ്ടാകുമെങ്കിലും കൂടുതൽ വിഷമിപ്പിക്കാതെ ഈ ദിവസങ്ങൾ കടന്നുപോകും. ബന്ധുക്കൾ, കുടുംബ സുഹൃത്തുക്കൾ എന്നിവരുടെ സമാഗമത്തിൽ സന്തോഷിക്കുന്നതിന് അവസരങ്ങളുണ്ട്. പുതിയ ചിന്തകൾ മനസ്സിൽ ഉരുത്തിരിയും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷാ വിജയം, എഴുത്തുകുത്തുകളിൽ നിന്നും ഭൂമിയിൽ നിന്നും നേട്ടങ്ങൾ. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമായിട്ട് വരും. ചിലർക്ക് ഉന്നത പദവികൾ വഹിക്കുന്നതിനുള്ള അവസരം കിട്ടും. സന്താനങ്ങളെ കൊണ്ട് സുഖം, സന്തോഷം എന്നിവ ഉണ്ടാകും. ഗൃഹനിർമ്മാണാദി കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടി വരും. ട്രസ്റ്റ്, കമ്മിറ്റികൾ എന്നിവയിൽ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. പൊതുവെ 45 മുതൽ 73 പ്രായത്തിൽ ഉള്ളവർക്ക് അനുകൂല അവസ്ഥകൾ ഉണ്ടാകും. സന്താനങ്ങളിൽ നിന്നും, ഗൃഹത്തിൽ നിന്നും, സർക്കാരിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഇടവിട്ട് തലവേദന, കഫസംബന്ധിയായ അസുഖങ്ങൾ, പനി, ചുമ തുടങ്ങിയ ഉഷ്ണരോഗങ്ങൾ ഇടവിട്ട് ശല്യം ചെയ്യാൻ സാധ്യതകൾ കൂടുതലാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവന് ജലധാര, മുരുകന് പഞ്ചാമൃത അഭിഷേകം, ഇഷ്ടദേവതാ വന്ദനം എന്നിവ നടത്തി പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് അത്തം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കമ്പ്യൂട്ടർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉത്തമകാലം. കൃഷി, വ്യവസായം എന്നിവയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ലാഭം ഈ സമയത്ത് കിട്ടും. ഊഹക്കച്ചവടം, പുനർനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിൽ ധനലാഭം പ്രതീക്ഷിച്ച് തുടങ്ങുന്ന എല്ലാ പദ്ധതികളും പ്രതീക്ഷയ്ക്കൊത്ത് ഫലപ്രാപ്തിയിൽ എത്തും. സന്താനങ്ങളിൽ നിന്നും പൂർണ്ണമായ അനുകൂല സമീപനം ഉണ്ടാകും. അവരുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിശ്ചയിച്ച വിവാഹം അനുകൂല സ്ഥിതിയിൽ വന്നു ചേരാനും സാധ്യതകൾ കൂടുതലാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണുവിന് പാൽപായസം, നാഗക്ഷേത്ര ദർശനം, 100 പാലും വഴിപാടുകൾ എന്നിവ നടത്തുന്നത് ഉത്തമമാണ്. ഇനി ചോതി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ചോതി നക്ഷത്രക്കാർക്ക് കേതുവും 5-ൽ ശനിയും 7-ൽ വ്യാഴനും സർപ്പനും 11-ൽ സൂര്യനും ചൊവ്വയും ബുധനും ഇവർക്ക് വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ദൈവാധീനം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ വർഷം തന്നെ ഇവർക്ക് ഗൃഹയോഗവും വാഹനയോഗവും കാണുന്നുണ്ട്. നാൽക്കാലിയിൽ നിന്നുള്ള ലാഭം, സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ, ഉന്നതങ്ങളുമായിട്ടുള്ള സ്വാത്വിക ബന്ധം എന്നിവ കാണുന്നു. വിദേശത്തുള്ളവർക്കും ഉന്നത അധികാരത്തിൽ ഉള്ളവർക്കും കാലം അനുകൂലമത്രേ. നാണ്യവിളകളിൽ നിന്നും ഈ ദിവസങ്ങളിൽ അപ്രതീക്ഷിത ലാഭം പ്രതീക്ഷിക്കാം. സഹപാഠികളിൽ നിന്നും ഗൃഹത്തിൽ നിന്നും അനുകൂല അവസ്ഥകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നല്ല സമയമാണ്.
അതിൽ നിന്നുള്ള നേട്ടങ്ങൾ അനുഭവവേദ്യമാകും. സ്ത്രീകൾ ഈ ദിവസങ്ങളിൽ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് മുരുകന് പഞ്ചാമൃത അഭിഷേകം, ശാസ്താവിന് നീരാജനം എന്നീ സ്വാത്വിക കർമ്മങ്ങൾ വഴി ഗുണ അനുഭവങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കാം.